നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്ക് കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ചീര സൂപ്പർ ചീര അല്ലേ? അതുമാത്രമല്ല, ഇതാ കണ്ടോ, ഇത്രയുണ്ട്. ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് കൊണ്ടുവച്ചിരിക്കുക. ഇത് നമുക്കിന്ന് തോരൻ വയ്ക്കാം, ചീരത്തോരൻ. പച്ചച്ചീരയാണ് കേട്ടോ. നമുക്കറിയാലോ, ചീര ഇലക്കറികളൊക്കെ, അത് ഫ്രഷായിട്ടുള്ള ചീര എന്ന് പറഞ്ഞാൽ അത് സൂപ്പറാണേ. നല്ല കണ്ണിന് കാഴ്ച ഉണ്ടാവാനും വയറിന് നല്ല ശോധന ഉണ്ടാവാനും ഒക്കെ നല്ലതാണല്ലോ ചീര എന്ന് എല്ലാവർക്കും അറിയാം. ജയശ്രീ, ആ പ്ലേറ്റ് തുറക്കുമോ? അത് അരിയട്ടെ കേട്ടോ. കുറേ നാളായിട്ടോ ചീര വെച്ചിട്ട്. ഇന്നലെ മുപ്പിളിയത്ത് പോയപ്പോൾ പത്നി കൊടുത്തു വെച്ചതാണ് കുറച്ച് ചീര. അവർ വീട്ടിലുണ്ടാകാന്ന് തോന്നുന്നു. നമ്മുടെ വീട്ടിലുണ്ടാവും കേട്ടോ. ഈ ചെടി ഉണ്ട്, കതിരായി നിൽക്കുകയാണ്. അപ്പോൾ കതിരൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ, വിളഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് വളപ്പിൽ നിറയെ മുളയ്ക്കും എന്തായാലും. ഇതാ അരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ. ഇഷ്ടം പോലെയുണ്ട്, കണ്ടോ, വേണ്ടതുണ്ട്. പ്ലേറ്റ് നിറയുണ്ട്. അപ്പോൾ നമുക്കിത് വയ്ക്കാം. ഇതിൻ്റെ തണ്ട് ഞാൻ എന്താ വച്ചിട്ടുണ്ട് ഇവിടെ. തണ്ട് എടുത്തിട്ടില്ല കേട്ടോ. നാളെ ഈ തണ്ട് എടുത്ത് നമുക്ക് അവിയൽ വയ്ക്കാം കേട്ടോ. നമുക്കിത് വയ്ക്കാൻ നോക്കാം കേട്ടോ. ഇതാ ഒരു പ്ലേറ്റ് നിറയെ ഇല അരിഞ്ഞതുണ്ട്. ഒരു പച്ചമുളക് കീറി 4 കഷ്ണമാക്കി ഇട്ടു. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, തീ കത്തിച്ചു, വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. നമുക്ക് 2 കൊണ്ടാട്ടം വറുത്തെടുക്കാം കേട്ടോ. ഒരു 2-3 മുളക് കൊണ്ടാട്ടവും മുളക് നന്നായിട്ട് വറവായിട്ടുണ്ട്. ഇനി നമുക്കതിൽ കുറച്ച് ചുണ്ടങ്ങ കൊണ്ടാട്ടാണ് കേട്ടോ. അത് നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കി വെച്ചതാട്ടോ. ഈ വർഷത്തെ അല്ല, അത് കഴിഞ്ഞ വർഷത്തെ തന്നെയാണ്. അതും കുറച്ച് വറുത്തെടുക്കാം. ഇടയ്ക്ക് ഇങ്ങനെ ഒരു പൊടിക്കൈകളൊക്കെ ചെയ്താൽ ഊണ് കഴിക്കാൻ നല്ല രസം ഉണ്ടാവും കേട്ടോ. ഇത് നോക്കൂ, നല്ല കാൽസ്യവും അയേണും ഒക്കെ ധാരാളം ഉള്ളതാണ് ഈ ചുണ്ടങ്ങ എന്ന് എല്ലാവർക്കും അറിയാം. കൊണ്ടാട്ടമൊക്കെ വറുത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച്, ഈ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകിടാം കേട്ടോ. 1 ടീസ്പൂൺ കടുകിട്ടു. കടുക് പൊട്ടി കൈനോട് കുഴിച്ച് കുറച്ച് അരിമണി ഇടാം കേട്ടോ. ഒരു 2 ടീസ്പൂൺ അരിമണി ഇട്ടുണ്ട്. നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയുടെ അരി തന്നെയാണ് കേട്ടോ. അത് പൊരിഞ്ഞ് വരട്ടെ. നന്നായിട്ട് പൊരിയുന്നുണ്ട്, കണ്ടോ. ഒരു വറ്റൽമുളകും പൊട്ടിച്ചിട്ടു. ഇനി നമുക്ക് അതിലേക്ക് പിന്നെ റെഡി, എല്ലാ അരിയും പൊരിഞ്ഞു കേട്ടോ. നമുക്ക് ഇല ഇടാം. എത്ര ഇല ഉണ്ടായാലും വെന്ത് വരുമ്പോൾ ഇത്തിരി ഉണ്ടാവുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഇത് സ്വാദുണ്ടല്ലോ, ഇത്തിരി മതി. എന്താ രസം എന്നറിയും. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ അടക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പിടാം കേട്ടോ. പിടിച്ചിട്ടാക്കാം, ഇത് നീങ്ങാണ്ടിരിക്കാനായിട്ട്. ഒന്ന് പിടിച്ചിട്ട് ചെയ്താൽ നല്ലതാണ് പക്കട കൊണ്ട്. ഒന്ന് മിക്സായി. ഇപ്പം മഞ്ഞളിട്ടാണ്. ഇത് ഉപ്പിടാം. പൊടിയുപ്പ് ആവശ്യത്തിനിട്ട് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്യാം. അടച്ചിട്ട് ഒരു നേരം ഒന്ന് അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് ഒന്ന് വേവട്ടെ. ഏലക്കറിക്ക് വേവാൻ ഇത്തിരി നേരം മതി എന്നറിയാമല്ലോ, പ്രത്യേകിച്ചും ചീരയ്ക്ക്. 2 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് വീണ്ടും ഇളക്കി. കണ്ടോ, വീണ്ടും ആയിട്ടുണ്ട്.
ഒരു പിടിയുള്ളെങ്കിലും ആ ചീര നമ്മൾ കളയാൻ പാടില്ല. സൂപ്പറായിട്ട് അടച്ചു വെച്ചു. ഒരു മിനിറ്റ് കൂടി ആവട്ടെ കേട്ടോ. ഇപ്പം നോക്കാം എന്തോ സാധനമൊക്കെ വെന്തിട്ടുണ്ട്, ടേസ്റ്റ് ഉണ്ട്, ഉപ്പുണ്ട്. ഒന്ന് അടച്ച് ഒന്ന് അമർത്തി കൊത്തി അടച്ച് വാങ്ങി വയ്ക്കാം. പണി കഴിഞ്ഞു കേട്ടോ. ഇനി ഈ അടുപ്പത്ത് സാമ്പാറിൻ്റെ മുഴുവനാക്കാട്ടോ. സാമ്പാർ ഒരുവിധമായി ഉണ്ടായിരുന്നു കേട്ടോ. പുളി ഒഴിച്ചിട്ടുണ്ട്, സാമ്പാർ പൊടിയൊക്കെ കലക്കി ഒഴിച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞു. വറുത്തിടേ വേണ്ടു. ശിവരാത്രിയുടെ ദിവസം അമ്പലത്തിലേ നല്ല പരിപാടിയുണ്ട്. നാളേക്കുള്ള ഒരുക്കങ്ങളൊക്കെ അമ്പലത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. കടുക് ഇട്ടുണ്ട്. കടുക് പൊട്ടുമ്പോൾ 2 വറ്റൽമുളക് പൊട്ടിച്ചിടണം. വറ്റൽമുളക് ഇട്ടു. കറിവേപ്പിലിടാം. നന്നായിട്ട് തിളച്ച് വെന്തു കേട്ടോ. പുളിയൊക്കെ ഒഴിച്ചത് നന്നായിട്ട്. സാമ്പാർ ഇനി വെന്തുണ്ട്. ഓഫാക്കാം നമുക്ക്. രണ്ടൊപ്പം ഓഫാക്കാം അല്ലേ. കറിവേപ്പിലിട്ടു. നമ്മുടെ സാമ്പാറും റെഡിയായി. ചോറ് വിളമ്പി, സാമ്പാറുണ്ട്. ഇഷ്ടപ്പെട്ട സാമ്പാർ. ഇനി ടുഡേയ്സ് സ്പെഷ്യൽ ചീര തോരൻ, ചീരപ്പേരി. സൂപ്പർ സ്വാദിഷ്ടമായ ചീരപ്പേരി. കുറച്ച് മതി, ഇഷ്ടം പോലെ ഊണ് കഴിക്കാൻ. എല്ലാ ദിവസവും ഉണ്ടാക്കുക അത്രയും നല്ലതാട്ടോ. ഞാനെടുക്കട്ടെ കുറച്ച്. എനിക്കെടുത്തു. ഓക്കേ. ഇനി കൊണ്ടാട്ടെടുക്കാം. മുളക് കൊണ്ടാട്ടമുണ്ട്. തരട്ടെ. എനിക്കൊരു മുളക് എടുത്തു. ചേട്ടന് മുളക് വേണ്ട അല്ലേ. പിന്നെ കുറച്ച് ചുണ്ടങ്ങി കൊണ്ടാട്ടം കൊടുത്തു. നല്ല ടേസ്റ്റാട്ടോ ഇത്. പിന്നെ ഇടയ്ക്കൊക്കെ ഇത് വറുത്താൽ സൂപ്പറാണ്. ചേട്ടൻ തരാം. ഇതാ സാമ്പാർ എടുത്തോളോ. ഇത്ര ഇഷ്ടമുള്ളൂ. എന്തൊരു ഇഷ്ടം. പിന്നെ മുളക് മറ്റത് വേണ്ട. മണി ഇഷ്ടല്ലേ. ഇന്നത്തെ ഊണ് എനിക്ക് നല്ല ഇഷ്ടമായി ചേച്ചറിയ. നല്ല സൂപ്പർ സാമ്പാറും പിന്നെ നമ്മുടെ കൊണ്ടാട്ടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ ചീരപ്പേരി സൂപ്പറല്ലേ. അപ്പോൾ ചീര കൊടുത്തയച്ച പത്മിനിക്ക് താങ്ക്സ് കേട്ടോ. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ കുഞ്ഞ് ലഞ്ച് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ.